മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അവതരിപ്പിക്കുന്ന ബജറ്റ് അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റ് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. മകരവിളക്ക് തെളിയിക്കാനുള്ള മലയരുടെ അവകാശം തിരിച്ചു നൽകണമെന്ന് ബിജെപി എംഎൽഎ ഒ രാജഗോപാൽ നിയമസഭയിൽ. മകരവിളക്ക് തെളിക്കുന്നതാണെന്ന് തുറന്നു പറഞ്ഞതിൽ രാജഗോപാലിനെ സ്പീക്കർ അഭിനന്ദിച്ചു. രാജഗോപാലിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ ചരിത്രപരമായ നാഴികക്കല്ലെന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. മകരവിളക്കിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരുന്നതാണ് രാജഗോപാലിന്റെ നടപടി. മകരവിളക്ക് തെളിയിക്കുന്ന സമയത്ത് മലയര വിഭാഗത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് ദേവസ്വം മന്ത്രി മറുപടി നൽകി. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ്. കിരൺ ബാബു, എന്താണ് വിശദാംശങ്ങളും? ശബരിമലയിൽ മകരവിളക്ക് തെളിയിക്കുന്നതാണെന്ന യാഥാർത്ഥ്യം അറിയുമ്പോൾ തന്നെ ഇത് തെളിയിക്കുന്നതാണെന്ന് എവിടെയും ഔദ്യോഗികമായി സാധാരണഗതിയിൽ സർക്കാർ പറഞ്ഞിരുന്നില്ല. അത് ഒരു വിഭാഗം വിശ്വാസികളുടെ വിശ്വാസം ഇത് തന്നെ തെളിയുന്നതാണ് എന്നാണ്. എന്നാൽ മഹാഭൂരിപക്ഷം പേർക്കും ഇത് തെളിയിക്കുന്നതാണെന്ന് കോടതിയിലടക്കം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരു പറയുന്നില്ല. നിയമസഭയിൽ ഇങ്ങനൊരു വിഷയം വരുന്നു. ഈ വിഷയം ശ്രദ്ധ ക്ഷണിക്കലായി കൊണ്ടുവന്നത് ഒ രാജഗോപാലാണ്. ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ തന്നെ പാർലമെന്ററി കാര്യമന്ത്രി എ കെ ബാലനാണ് ഈ വിഷയം പറഞ്ഞത്. ഇത് തെളിയിക്കുന്നതാണ് എന്നുള്ളത് ഇതിലേക്ക് വരുന്നുണ്ടല്ലോ. ഈ വിഷയം ചൂണ്ടിക്കാട്ടി ഇത്ര കാലം ഇങ്ങനെ ഒരു രഹസ്യം സൂക്ഷിക്കുകയായിരുന്നു, ആ രഹസ്യം നമ്മളിപ്പോൾ പുറത്താക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് സ്പീക്കർ പറഞ്ഞത്, നിങ്ങൾ അതിനെ തടസ്സപ്പെടുത്തരുത്, ഇത് ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണ്, ഈ വിഷയത്തിൽ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരണമെന്ന് പല പ്രമുഖരായ വ്യക്തികൾ സൂതകുമാരി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടാവുകയും അങ്ങനെ ആൾക്കൂട്ടം അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടി ഇതിന് പ്രാധാന്യമുണ്ട്, അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കണം എന്നാണ് സ്പീക്കർ പറഞ്ഞത്. ഒ രാജഗോപാലിന്റെ പ്രധാനപ്പെട്ട ആവശ്യം മലയോര വിഭാഗങ്ങൾക്ക് മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം മടക്കി നൽകണം എന്നായിരുന്നു. ഇതിന് മറുപടിയായി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, നൂറ്റാണ്ടുകളായി ഈ അവിടുത്തെ ചില ഗോത്ര വിഭാഗങ്ങൾ ഇത്തരം ആചാരങ്ങൾ ചെയ്യുന്നതായി അവിടെ പൂജകൾ നടത്തിയിരുന്നതായി പല തെളിവുകളുമുണ്ട്. ഈ തെളിവുകളെല്ലാം കൂടി പരിശോധിച്ച ശേഷം ഈ വിഷയത്തിൽ ഉചിതമായ മലയർക്ക് മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം മടക്കി നൽകും എന്നല്ല അദ്ദേഹം പറഞ്ഞത്. മകരവിളക്ക് തെളിയിക്കുന്ന സമയത്ത് മലയോര വിഭാഗത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച് ഉചിതമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിയമസഭ തന്നെ അംഗീകരിക്കുകയാണ്. മകരവിളക്ക് തെളിയിക്കുന്നത് തന്നെയാണ്, അത് മനുഷ്യനിർമ്മിതമാണ് എന്നുള്ളത് തന്നെ അത് നിയമസഭ ഔദ്യോഗികമായി അംഗീകരിക്കുകയാണ്. ഈ വിഷയം അവതരിപ്പിച്ച ഒ രാജഗോപാലും അത് തന്നെ പറഞ്ഞു. മകരവിളക്ക് തെളിയിക്കുന്നതാണ് എന്നത് ഒരു വസ്തുതയാണ്, ആ വസ്തു അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹവും ഈ വിഷയം അവതരിപ്പിച്ചത്. കിരൺ ബാബു വിശദാംശങ്ങൾ നൽകുന്നു. ഇപ്പോൾ മലയര മഹാസഭ ജനറൽ സെക്രട്ടറി പി കെ സജീവ്, ഐക്യ മലയര മഹാസഭ ജനറൽ സെക്രട്ടറി പി കെ സജീവും നമുക്കൊപ്പം ചേരുന്നു. സജീവ്, മകരവിളക്ക് തെളിയിക്കുന്നതാണ് എന്നുള്ളൊരു വസ്തുത അത് അറിയാത്ത കാര്യമല്ല. പക്ഷേ അത് നിയമസഭയിൽ തന്നെ പറയുന്നത് ബിജെപിയുടെ എംഎൽഎ ആണ്. മാത്രമല്ല മലയരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വളരെ നിർണായകമായിട്ടുള്ള വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് ഒ രാജഗോപാൽ നടത്തിയതെന്ന് സ്പീക്കർ അടക്കമുള്ളവർ പറയുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് മലയര മഹാസഭ നോക്കിക്കാണുന്നത് ഇതിനെ? ഈ ശ്രദ്ധ ക്ഷണിക്കലിന് ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. ഗവൺമെന്റ് നിയമസഭയിൽ മകരവിളക്ക് തെളിക്കുന്നതാണെന്ന് നിയമസഭയിൽ പറഞ്ഞിരിക്കുകയാണ്. ഇത് മനുഷ്യനിർമ്മിതമാണ് എന്നുകൂടെ ചരിത്രരേഖയിലായിരിക്കുകയാണ്. അതിനെ വളരെ ചരിത്രപരമായ ഒരു നീക്കമായിട്ടാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. 2011 പുല്ലുമേട് ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് അവിടെ മകരവിളക്ക് തെളിക്കുന്നതാണെന്ന്. ഏതാണ്ട് 100 ആള് 105-ലേറെ ആളുകൾ അവിടെ അന്ന് മരണപ്പെട്ടു. അതിന്റെ ഉത്തരവാദി ആരാണ്? അതിന്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് അത് മനുഷ്യനിർമ്മിതമല്ല, ദേവനിർമ്മിതമാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ആ പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ അന്ന് മരിക്കാനിടയായത്. ഈ തീരുമാനം 2011 മുമ്പ് ഇങ്ങനെ ഒരു നില എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എത്രയധികം ആളുകളെ അന്ന് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നു. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ്. ശബരിമലയിലെ മകരവിളക്ക് തെളിക്കല് ഒരു നിമിഷത്തെ പ്രാതിനിധ്യമല്ല ഈ സമൂഹം ആവശ്യപ്പെടുന്നത്. ശബരിമല ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം ഈ സമൂഹത്തിന് അവകാശപ്പെട്ടതാണ്. അതിൽ പ്രാതിനിധ്യമൊന്നുമല്ല, ഈ സമൂഹത്തിന് വിട്ടുകൊടുക്കാനാണ് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ശബരിമലയിലെ പൂജ നടത്തിയിരുന്ന ആദ്യത്തെ തന്ത്രി ആരായിരുന്നു? 4-5 തന്ത്രിമാരെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ കടന്നു വന്ന ആളുകളാണ്. അവരെയൊക്കെ മാറ്റിയിട്ടാണല്ലോ 116 വർഷത്തെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ പറയുന്നത്. അവിടുത്തെ പൂജ അടക്കമുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിന് വിട്ടുകൊടുക്കുവാൻ നിയമസഭയും ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ ഇതിനെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. വളരെ നന്ദി പി കെ സജീവ് പ്രതികരിച്ചത്. വീണ്ടും ബജറ്റ് ചർച്ചയിലേക്കും അതിഥികളിലേക്കും തന്നെ